ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 7-ാം അധ്യായം. നാരദ ഉവാച. ഏവം ദൈത്യസുതൈ പൃഷ്ടോ മഹാഭാഗവതോസുരഃ ഉവാച സ്മയമാനാംസ്താൻ സ്മരന്മദനുഭാഷിതം. ശ്രീനാരദൻ അരുളി ചെയ്തു. അസുരബാലന്മാർ ഇപ്രകാരം ചോദിച്ചു. മഹാഭക്തനായ പ്രഹ്ലാദൻ എൻ്റെ ഉപദേശവാക്യം ഓർത്തുകൊണ്ട് ആശ്ചര്യഭാവത്തെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന ആ ബാലകന്മാരോട് പറഞ്ഞു. പ്രഹ്ലാദോവാച. പിതരി പ്രസ്ഥിതേസ്മാകം തപസേ മന്ദരാചലം യുദ്ധോദ്യമം പരം ചക്രുർ വിബുധാദാനവാൻ പ്രതിഹി പിബീലിഹൈരഹിരിവ ദിഷ്ട്യാ ലോകോപതാപനഃ പാപേന പാപോ ഭക്ഷീതി വാദിനോ വാസവാദയഃ. പ്രഹ്ലാദൻ പറഞ്ഞു. ഞങ്ങളുടെ പിതാവ് തപസ് ചെയ്യുവാൻ മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ ഇന്ദ്രാദികളായ ദേവന്മാർ ഉറുമ്പുകൾ പാമ്പിനെ എന്ന പോലെ ലോകോപദ്രവകാരിയായ പാപിയെ അവൻ്റെ പാപം തന്നെ നശിപ്പിച്ചു. മഹാഭാഗ്യമായി എന്നിങ്ങനെ സന്തോഷപൂർവ്വം പറഞ്ഞും കൊണ്ട് അസുരന്മാരുടെ നേർക്ക് ഉത്കടമായ യുദ്ധത്തിനു വേണ്ടുന്ന പരിശ്രമം ചെയ്തു. തേഷാമതിബലോദ്യോഗം നിശമ്യാസുരയൂഥഭാഃ വദ്യമാനാസുരേർഭീത ദുദ്രുവു സർവതോ ദിശം. ഇന്ദ്രാദിദേവന്മാരുടെ വമ്പിച്ച സൈന്യങ്ങളുടെ പരിശ്രമത്തെ കണ്ടിട്ടും സുരന്മാരാൽ വധിക്കപ്പെടുന്നവരായിട്ടും ഭയപ്പെട്ട അസുര സംഘാധിപന്മാർ 4 ഭാഗത്തേക്കും ഓടിപ്പോയി. കളത്രപുത്രമിത്രാപ്താൻ ഗൃഹാൻ പശുപരിച്ഛദാൻ നാവേക്ഷമാണാസ്തുരിതാഃ സർവേ പ്രാണപരീപ്സവഃ. ഭയാധിക്യത്താൽ ഓടിപ്പോകുന്നവരുടെ വ്യഗ്രതയെ കാണിക്കുന്നു. പ്രിയ വിഷയങ്ങളായ ഭാര്യമാർ, പുത്രന്മാർ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, ഗൃഹങ്ങൾ, പശുക്കൾ, സുഖോപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്ത ചെയ്യാതെ പ്രാണരക്ഷ മാത്രം കാക്ഷിച്ചും കൊണ്ട് സകലരും അതിവേഗത്തിൽ ഓടിപ്പോയി. വെലുംബൻ രാജശിബിരം അമരാജയകാംക്ഷിണഃ ഇന്ദ്രസ്തു രാജമഹിഷീം മാതരം മമ ചാഗ്രഹീത്. ജയം ആഗ്രഹിക്കുന്ന ദേവന്മാർ രാജഭവനത്തിൽ പ്രവേശിച്ച് സകലവും അപഹരിച്ച് നശിപ്പിച്ചു. ഇന്ദ്രനാകട്ടെ രാജഭാര്യയായ എൻ്റെ മാതാവിനെയും ഗ്രഹിച്ചു. നീയമാനാം വയോദ്യുഗ്നാം രുദതീം കുരരീമിവ യദൃച്ഛയാഗതസ്തത്ര ദേവർഷിർദൃശേപതി. ഇന്ദ്രൻ പിടിച്ചു കൊണ്ടുപോകുന്നതിനാൽ ഭയപ്പെട്ട് വിറച്ച് കുരരി എന്ന പക്ഷിയെപ്പോലെ കരയുന്ന എൻ്റെ അമ്മയെ ഈശ്വരേച്ഛയ ആ വഴി വന്ന ശ്രീനാരദമുനി കണ്ടു. പ്രാഹമൈനാം സുരപദേ നേതുർഹസ്യ നാഗസം മുഞ്ച മുഞ്ച മഹാഭാഗ സതീം പരപരിഗ്രഹം. ഹേ മഹാഭാഗനായ ദേവാധിപ, അപരാധമില്ലാതിരിക്കുന്ന പതിവ്രതയും പരഭാര്യയുമായ ഇവളെ ബലാത്കാരേണ കൊണ്ടുപോകുന്നത് അങ്ങേക്ക് യോഗ്യമല്ല. വിടുക വിടുക എന്നു പറഞ്ഞു. ഇന്ദ്ര ഉവാച. ആസ്തേസ്യ ജഡരേ വീര്യം അവിഷഹ്യം സുരദ്യുഷഃ ആസ്യതാം യാവത് പ്രസവം മോക്ഷേർത്ഥ പദവീം ഗതഃ. ഇന്ദ്രൻ പറഞ്ഞു. ദേവശത്രുവായ ഹിരണ്യകശിപുവിൻ്റെ അസഹ്യമായ വീര്യം ഇവളുടെ ജഡരത്തിൽ ഗർഭരൂപേണ വസിക്കുന്നുണ്ട്. അതിനാൽ പ്രസവം വരെ ഇവൾ എൻ്റെ അധീനത്തിലിരിക്കട്ടെ. പ്രസവാനന്തരം കാര്യം സാധിച്ചതിൽ പിന്നെ ദേവവൈരിയായി വരുന്ന പുത്രനെ വധിച്ചതിൽ പിന്നെ പോവാൻ അനുവദിക്കാമെന്ന് ഇന്ദ്രൻ പറഞ്ഞു. നാരദ ഉവാച. അയം നിഷ്കിൽബിഷഃ സാക്ഷാൻ മഹാഭാഗവതോ മഹാൻ ത്വയാന പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. നാരദൻ പറഞ്ഞു. ഇവളുടെ ഗർഭസ്ഥനായ ബാലൻ പിതാവിൽ നിന്ന് സിദ്ധിക്കാവുന്ന ദോഷങ്ങളൊന്നുമുള്ളവനല്ല. സ്വതേ സ്വഭാവത്താൽ തന്നെ കല്യാണ ഗുണങ്ങളുള്ള മഹാനും ഭഗവാനാൽ സ്വകീയത്വേന സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന അന്തരംഗ ഭക്തനും അപരിച്ഛിന്ന സ്വരൂപനായ ഭഗവാനെ സർവദാ സേവിക്കുന്നവനുമായതുകൊണ്ട് മഹാബലവാനുമാകയാൽ അങ്ങയ്ക്കിവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. ഇത്യുക്തസ്താം വിഹായേന്ദ്രോ ദേവർഷേർമാനയൻ വചഃ അനന്തപ്രിയ ഭക്തേനാം പരിക്രമ്യ ദിവം യോ. ഇപ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ശ്രീനാരദമുനിയിലുള്ള ബഹുമാന നിമിത്തം ആ വാക്കിനെ അംഗീകരിച്ച് എൻ്റെ അമ്മയെ വിട്ടു. ശ്രീ ഭഗവാനെ പ്രിയനായി സ്വീകരിച്ചിരിക്കുന്ന എന്നിലുള്ള ഭക്തി നിമിത്തം എൻ്റെ മാതാവിനെ പ്രദക്ഷിണം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഗർഭസ്ഥനായ എന്നെ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എന്നെ ഗർഭത്തിൽ ധരിച്ചിരിക്കുന്ന അമ്മയെ പ്രദക്ഷിണം ചെയ്തു.
തതോ നോ മാതരം ഋഷിഃ സമാനീയ നിജാശ്രമം ആശ്വാസ്യേ ഹോഷ്യതാം വത്സേ യാവത്തേ ഭർതൃരാഗമഃ. അനന്തരം ഭൂതഭവിഷ്യ വർത്തമാനകാര്യങ്ങൾ ജ്ഞാനദൃഷ്ട്യാ കണ്ടറിയുന്ന നാരദൻ എൻ്റെ അമ്മയെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു. ഹേ വത്സേ, നിന്റെ ഭർത്താവ് വരുന്നതുവരെ ഇവിടെ വസിക്കാമെന്ന് പറഞ്ഞു. തദേത്യവാത്സീദേവർഷേർ അന്തിസാപ്യകുതോഭയ യാവദ്ദേത്യപതിതിർ ഘോരാ തപസോ നനവർത്തത. എൻ്റെ അമ്മയതിനെ സ്വീകരിച്ചു. അസുരാധിപൻ ഭയങ്കരമായ തപസ്സിൽ നിന്ന് മടങ്ങി വരുന്നതുവരെ ഒരുവിധത്തിലും ഭയം കൂടാതെ നാരദൻ്റെ സമീപത്തിൽ വസിച്ചു. ഋഷിം പര്യചരത്തത്ര ഭക്ത്യാ പരമയാ സതി അന്തർവത്നീ സുഗർഭസ്യ ക്ഷേമായേ ച പ്രസൂതയേ. പതിവ്രതയും ഗർഭിണിയുമായ എൻ്റെ അമ്മ താൻ ഇച്ഛിക്കുന്ന കാലത്തിൽ പ്രസവമുണ്ടാകണമെന്നും ആ കാലം വരെ ഗർഭം ക്ഷേമത്തോടുകൂടി ഇരിക്കണമെന്നും സങ്കല്പിച്ച് പരമഭക്തിയോടുകൂടി ദേവർഷിയെ ഉപചരിച്ചു. ഭർത്താവ് മടങ്ങി വന്നതിൽ പിന്നെ മാത്രമേ പ്രസവിക്കാവൂ എന്നായിരുന്നു അവരുടെ ആഗ്രഹം. പാതിവൃത്യത്തിൻ്റെ വൈഭവം കൊണ്ടും മഹാന്മാരിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം കൊണ്ടും ആഗ്രഹത്തിനനുസരിച്ച് ബലമുണ്ടാകും. ഋഷിക്കാരുണകസ്തസ്യാഹ പ്രാദാതുഭയമീശ്വരഃ ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമപ്ലുദ്ദിശ്യ നിർമ്മലം. പരന്മാരുടെ ദുഃഖത്തെ തീർക്കണമെന്ന സ്വഭാവമാകുന്ന കാരുണ്യമുള്ള ഋഷി എൻ്റെ മാതാവിൻ്റെ ദുഃഖശാന്തിയെയും എന്നെയും ഉദ്ദേശിച്ചുകൊണ്ട് ഹിംസാദി ദോഷങ്ങളൊന്നുമില്ലാത്ത തത്വത്തിൻ്റെ ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെയും ദേഹസംബന്ധമില്ലാതെയിരിക്കുന്ന പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തെയും ഉപദേശിച്ചു. ഗർഭസ്ഥനായ എനിക്ക് നേരിട്ട് ഉപദേശിക്കുന്നത് അശക്യമാകയാൽ എനിക്കതുണ്ടാകണമെന്നുള്ള സങ്കല്പത്തോടുകൂടി ഉപദേശിച്ചു. സങ്കല്പം വ്യർത്ഥമാകാതിരിക്കുവാൻ മതിയായ മാഹാത്മ്യം ശ്രീനാരദമുനിക്കുണ്ട്. തത്തുകാലസ്യ ദീർഘത്വാ സ്ത്രീത്വാൻ മാതുസ്ഥിരോദതേ ഋഷീണാനുഗൃഹീതം മാം നാദുനാപ്യജഹാത് സ്മൃതിഃ. ആ ജ്ഞാനാദികൾ കാലമധികം കഴിഞ്ഞതുകൊണ്ടും സ്ത്രീ സ്വഭാവം നിമിത്തവും അമ്മയ്ക്ക് ഓർമ്മയില്ലാതെയായി. ഋഷിയുടെ അനുഗ്രഹവിശേഷം നിമിത്തം ഇപ്പോൾ ആ സ്മൃതി എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഈശ്വരാനുഗ്രഹമുള്ളവരെ സ്മൃതി ഉപേക്ഷിക്കുകയില്ല, അതില്ലാത്തവർക്ക് സ്മൃതി ഉണ്ടാകുകയില്ല. ഭവതാമഭിഭൂയാന്മേ യതി ശ്രദ്ധതദേവജഃ വൈശാരദീദീഹി ശ്രദ്ധാദഃ സ്ത്രീബാലാനം ചമേ യഥാ. എൻ്റെ വാക്ക് ഞാൻ ഉപദേശിച്ചത് ശ്രദ്ധാപൂർവം ഗ്രഹിപ്പാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന പക്ഷം നിങ്ങൾക്കും ആ പരമഭക്തിയും പരമാത്മ സാക്ഷാത്കാരവും ഭവിക്കട്ടെ. ആചാര്യൻ ചെയ്യുന്ന ഉപദേശത്തിലും ശാസ്ത്രത്തിലും വിശ്വാസമുള്ളവനായിരുന്നാൽ ജ്ഞാനമുണ്ടാകും എന്നുള്ള ഗീതാവചനപ്രകാരം ശ്രദ്ധയുണ്ടായി വന്ന സ്ത്രീകൾക്കും ബാലന്മാർക്കും കൂടി ദേഹേന്ദ്രിയാന്തകരണങ്ങളുടെ സംബന്ധമില്ലാതിരിക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കുവാൻ യോഗ്യയായ ബുദ്ധിശക്തി ലഭിക്കും. ഭക്തന്മാർക്ക് സ്വസ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്ന ഭഗവാനെ സംബന്ധിച്ച ബുദ്ധിവൃത്തി, പ്രേമലക്ഷണയായ ഭക്തി എനിക്കുണ്ടായിരിക്കുന്നതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും. ജന്മാദ്യാഷഡിമേ ഭാവ ദൃഷ്ടാദേഹസ്യനാത്മനഃ ഫലാനാമിവർ വൃക്ഷസ്യ കാലേനേശ്വരമൂർത്തിന. ഞാൻ വൃത്താന്തവും ഗുരുപാരമ്പര്യവും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ശ്രദ്ധായുക്തരായിരിക്കുന്നു അസുരബാലന്മാരെന്നു കണ്ട പ്രഹ്ലാദൻ ദേഹേന്ദ്രിയാന്തകരണ വിലക്ഷണായിരിക്കുന്ന ആത്മാവിൻ്റെ സ്വരൂപത്തെ അവരെ ധരിപ്പിക്കുവാൻ ഉപകരിക്കുന്ന വിഷയവൈരാഗ്യത്തെ ജനിപ്പിക്കുവാൻ വേണ്ടി ആത്മാവിനെയും അനാത്മാക്കളെയും വേർതിരിച്ച് കാട്ടിക്കൊടുക്കുന്നു. ആത്മാവിനെ അറിയുവാൻ ഉപകരിക്കുന്ന നിർമ്മല ബുദ്ധിയുടെ സ്വരൂപം എന്താണെന്ന് ഞാൻ പറയാം. ജായതേ ജനിക്കുന്നു, അസ്ഥി ഇരിക്കുന്നു, വർദ്ധതേ വർദ്ധിക്കുന്നു, വിപരിണമതേ വികാരത്തെ പ്രാപിക്കുന്നു, അഭക്ഷീയതേ ക്ഷയിച്ചു തുടങ്ങുന്നു, നശ്യതി നശിക്കുന്നു എന്നിങ്ങനെ കാണപ്പെടുന്ന 6 വിധം ഭാവഭേദങ്ങൾക്ക് ഷഡ്ഭാവങ്ങളെന്നു പേർ. ഗുണങ്ങളെ ശോഭിപ്പിക്കുന്നതിനുള്ള ശക്തിയാകുന്ന സ്വരൂപത്തോടുകൂടിയ കാലം നിമിത്തമാണ് ഈ ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഷഡ്ഭാവങ്ങൾ വൃക്ഷങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ബലങ്ങൾക്കെന്ന പോലെ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ശരീരങ്ങൾക്കുണ്ടാകുന്നതല്ലാതെ ആത്മാവിനില്ല. കാലവിശേഷം നിമിത്തം വൃക്ഷങ്ങളിൽ തളിരുകൾ, പുഷ്പങ്ങൾ, കായകൾ മുതലായവ ഉണ്ടാകുന്നു. ഉണ്ടായ കായകൾ ക്രമേണ വളർന്നു മൂത്തു പഴുത്ത് കൊഴിഞ്ഞു വീണു നശിക്കുന്നു. പിന്നെയും ആ വൃക്ഷത്തിൽ തന്നെ പൂർവ്വരീതിയിൽ ബലാദികൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. അതുപോലെ ആത്മാവാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ച് ശരീരം ജനിക്കുന്നു, നിലനിൽക്കുന്നു, അവയവങ്ങൾക്ക് പുഷ്ടി കൂടുന്നു,
സ്വരൂപമാറ്റം കാണപ്പെടുന്നു, ക്രമത്തിൽ ക്ഷയിച്ചു വരുന്നു, ഒടുവിൽ നശിക്കുന്നു. ആത്മാവാകട്ടെ ഈ വികാരങ്ങളിൽ നിന്ന് വിലക്ഷണനായിട്ട് എല്ലായ്പ്പോഴും ഒരേ നിലയിലിരിക്കുന്നു. ജന്മാദികളായ 6 വിധ ഷഡ്ഭാവങ്ങളില്ലാത്തതിനാൽ ആത്മാവ് ഷഡ്ഭാവ വികാരഹീനനാണ് എന്നറിയുവിൻ. ആത്മാ നിത്യോ വ്യയശുദ്ധായ് ഏകക്ഷേത്രജ്ഞ ആശ്രയഃ അവിക്രയ സ്വദൃഗ്ഹേതുർവ്യാപകോ സംജ്ഞാനാവൃതഃ. ജന്മാദികളായ 6 വികാരങ്ങൾ ദേഹത്തിനുള്ളതുകൊണ്ട് ആ വക വികാരങ്ങളില്ലാത്ത ആത്മാവ് ദേഹവിലക്ഷണനെന്ന് നേരത്തെ പറഞ്ഞു. ബലങ്ങളെയും വൃക്ഷങ്ങളെയും ഉപമയായിട്ടും പറഞ്ഞു. ബലങ്ങൾ വൃക്ഷങ്ങളെ ആശ്രയിച്ചുണ്ടായി നിലനിന്നു നശിക്കുന്നു, വൃക്ഷങ്ങളോ നശിക്കാതെ നിൽക്കുന്നുവെന്ന് പറഞ്ഞതിൽ സംശയം ജനിക്കും. വൃക്ഷങ്ങളും കാലാന്തരത്തിൽ നശിക്കും, അവയ്ക്കും ജന്മാദി വികാരങ്ങൾ ഉള്ളതായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നു. അതുപോലെ ആത്മാവിനും ജന്മാദി വികാരങ്ങളുണ്ടെന്ന് ധരിക്കരുത് എന്ന് ബോധിപ്പിക്കുവാൻ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന ആത്മലക്ഷണങ്ങൾ ഉപദേശിക്കുന്നു. ആത്മാവ് ഉത്പത്തി വിനാശാദി വികാരങ്ങളില്ലാതെ നിത്യനായിരിക്കുന്നു. അറിവ് തന്നെ സ്വരൂപമായിരിക്കുകയാൽ അതിൽ നിന്ന് അന്യമായ അറിവില്ലാത്തതുകൊണ്ട് ആത്മാവ് അറിവിന് വിഷയമല്ല, സ്വരൂപം തന്നെ അറിവാകുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആകാശം ഒന്നിനോടും ബന്ധിക്കാതിരിക്കുന്നത് പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവും അസംഗനാകുന്നു. പരിപൂർണത്തിൽ നിന്നും പരിപൂർണത്തെ എടുത്താലും പരിപൂർണം അവശേഷിക്കുന്നതുപോലെ ഒരു വിധത്തിലും ഇല്ലാതെയാകുന്ന യാതൊന്നും പൂർണ്ണമല്ല. ഏതു വിധത്തിലും ഹാനി വരാതിരിക്കുന്നത് തന്നെ പൂർണ്ണത്തിൻ്റെ ലക്ഷണം. ഏതൈർദ്വാദശഭിർ വിദ്വാൻ ആത്മനോ ലക്ഷണൈ പരൈഹി അഹം മമേത്യ സദ്ഭാവം ദേഹാദോ മോഹജം ത്യജേത്. ദേഹേന്ദ്രിയാന്തകരണങ്ങളിൽ നിന്ന് ആത്മാവിനെ വേർതിരിച്ചറിയുവാൻ ഉപകരിക്കുന്ന ഉത്കൃഷ്ടങ്ങളായ ഈ 12 ലക്ഷണങ്ങളാൽ ദേഹവിലക്ഷണനായ പരമാത്മാവിനെ അറിഞ്ഞ പുരുഷൻ ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നും തോന്നുന്ന മിഥ്യാഭിനിവേശത്തെ പരിത്യജിക്കണം. ആത്മസ്വരൂപത്തെ അറിയാത്തതുകൊണ്ടാണ് ആ ഭാവമുണ്ടാകുന്നത്. മിഥ്യാപദത്തിന് ആകാശകുസുമം പോലെ ഏതുകാലും ഇല്ലാത്തത് എന്നല്ല അർത്ഥം. ആത്മാനുഭവജ്ഞാനം വരെ ഉള്ളതുപോലെ കാണപ്പെടുന്നതും പിന്നീട് കാണപ്പെടാത്തതുമായ അവസ്ഥാവിശേഷം എന്നാണ് അർത്ഥം. ആത്മാനുഭവമുണ്ടായ ഒരുവന് ആത്മാവ് തന്നെ സർവവും എന്നുള്ള സാക്ഷാത്കാരമുണ്ടാകും. അതുവരെ ഉണ്ടെന്ന് തോന്നിയിരുന്ന ദേഹാദിഭാവങ്ങൾ ഇല്ലാത്തവയാണെന്നും അനുഭവപ്പെടും. അതിനാലാണ് മിഥ്യകളെന്ന് പറഞ്ഞതെന്നും ധരിക്കണം. സ്വർണം യഥാഗ്രാവസു ഹേമകാരഃ ക്ഷേത്രേഷു യോഗൈസ്തദഭിജ്ഞ ആപ്നുയാത് ക്ഷേത്രേഷു ദേഹേഷു തദാത്മയോഗൈരധ്യാത്മവിദ് ബ്രഹ്മഗതിം ലഭേത. ചില സ്ഥലങ്ങളിൽ സ്വർണ്ണരേണുക്കളടങ്ങിയ കല്ലുകളിൽ നിന്ന് സ്വർണം വേർതിരിക്കുവാനുള്ള കൗശലമറിവുള്ളവർ കല്ലുകൾ തീയിലിട്ട് ഊതുക മുതലായ പല പ്രവൃത്തികൾ കൊണ്ട് അന്യപദാർത്ഥങ്ങളെ നീക്കം ചെയ്ത ശേഷം സ്വർണം സ്വാധീനപ്പെടുത്തുന്നത് പോലെ ആത്മാവിനെ അറിയുന്നവർ കാര്യകാരണ സംഘാതങ്ങളും ക്ഷേത്രങ്ങളെന്ന് പറയപ്പെടുന്നവയുമായ ശരീരേന്ദ്രിയാന്തകരണങ്ങളിൽ നിന്ന് ശ്രവണ മനന നിധിധ്യാസന ധാരണ ധ്യാന സമാധി എന്ന യോഗാഭ്യാസങ്ങളാൽ ആത്മാവിനെ വേർതിരിച്ച് സാക്ഷാത്കരിക്കുന്നു. അപ്പോൾ ആത്മാവും ബ്രഹ്മവും ഒന്നുതന്നെയെന്നും അതുതന്നെയാണ് താനെന്നും അറിഞ്ഞ് ബ്രഹ്മമായി ഭവിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന ദേഹാഭിമാനം അതോടുകൂടി നശിക്കുകയും ചെയ്യുന്നു. അഷ്ടൗ പ്രകൃതയ പ്രോക്താഃ ത്രയ ഏവ ഹി തദ്ഗുണാഃ വികാര ഷോഡശാചാര്യൈഃ പുമാനേകഃ സമന്വയാത്. മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന തന്മാത്രകൾ 5 കൂടിയുള്ള 8 ഒന്നായി ചേർത്ത് പ്രകൃതികളെന്നും സത്വം, രജസ്, തമസ് എന്ന 3 പ്രകൃതി ഗുണങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 മനസ്സും കൂടിയ 11 ഇന്ദ്രിയങ്ങളും പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളും ചേർന്ന 16 പ്രകൃതിയുടെ വികാരങ്ങളെന്നും അവയിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന ഏക ചൈതന്യത്തെ ആത്മാവ് എന്നും ആചാര്യന്മാർ കപിലാദികൾ പറഞ്ഞിരിക്കുന്നു. വികാരപ്പെടാതിരിക്കുന്നത് മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ എന്നീ 7 പ്രകൃതി വികൃതികൾ, 11 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും പ്രകൃതിയുടെ വികാരങ്ങൾ. പുരുഷൻ ഇവയിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നതുകൊണ്ട് പ്രകൃതിയുമല്ല വികൃതിയുമല്ല. ദേഹസ്തു സർവസംഘാതോ ജഗത്തസ്തുരിതിദ്യുത അത്രൈവ മൃഗ്യ പുരുഷോ നേതി നേതീത്യതത്യജൻ.
ദേഹമാകട്ടെ പ്രകൃതി, വികൃതി, വികാരങ്ങൾ ഒന്നായി അടങ്ങിയ ഒരു സമൂഹമാകുന്നു. ചരം, അചരം എന്ന് രണ്ടു വിധത്തിലിരിക്കുന്നു. ഈ ശരീരത്തിൽ തന്നെയാണ് ആത്മാവിനെ അന്വേഷിക്കേണ്ടത്. എങ്ങനെ അന്വേഷിക്കുകയെന്നാൽ ആചാര്യനിൽ നിന്നും ശാസ്ത്രാഭ്യാസത്തിൽ നിന്നും സ്വാനുഭവത്തിൽ നിന്നും സിദ്ധിക്കുന്ന അറിവിനെ ആസ്പദമാക്കിയിട്ട് ആത്മാവിൻ്റെ സ്വരൂപം സത്യജ്ഞാനാനന്ദമാണെന്ന് നിശ്ചയിക്കണം. ആത്മാവ് ജ്ഞാനസ്വരൂപൻ. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിവ ആത്മാവിനാൽ പ്രകാശ്യങ്ങളും ജ്ഞേയങ്ങളുമാകയാൽ ആത്മഭിന്നങ്ങളും അചേതനങ്ങളുമാണെന്നറിയണം. ഇങ്ങനെ ശരീരമോ ആത്മാവ് എന്നാലോചിച്ചു നോക്കിയാൽ അല്ലെന്ന് അനുഭവപ്പെടും. ഇതുപോലെ ആത്മാവല്ലാതെയുള്ള ദേഹാദി ജഡവസ്തുക്കളെ വിചാരത്താൽ തള്ളിക്കളയുമ്പോൾ ധാന്യത്തിൻ്റെ മീതെ മൂടിയിരിക്കുന്ന ഉമി, തവിട് മുതലായ പദാർത്ഥങ്ങളെ അവഘാതത്താൽ നീക്കം ചെയ്യുമ്പോൾ അനുഭവയോഗ്യമായ ശുദ്ധധാന്യം കിട്ടുന്നതുപോലെ ആത്മാവിനെ അനുഭവിച്ചറിയണം. അന്വയവ്യതിരേകേണ വിവേകേനോ ശതാത്മന സ്വർഗസ്ഥാന സമാം ന്യായേർ വിമൃശദ്ഭിരസത്വരൈഹി. പ്രത്യേകാത്മാവിനെ ആശ്രയിച്ചിട്ട് ശരീരേന്ദ്രിയാദി സമൂഹം നിലനിൽക്കുന്നു. പ്രത്യേകാത്മാവിനോടുള്ള സംബന്ധം നശിക്കുമ്പോൾ ദേഹേന്ദ്രിയാദി സംഘാതം നശിക്കുന്നു. പ്രത്യേകാത്മാവാകട്ടെ ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നു. ധൂമത്തോട് ചേർന്നിട്ടും ചേരാതെയും അഗ്നി നിലനിൽക്കുന്നു. ധൂമമാകട്ടെ അഗ്നിയോട് ചേർന്നല്ലാതെ കാണപ്പെടുന്നില്ല. അപ്പോൾ അഗ്നിക്ക് ധൂമത്തോട് ചേർന്നും ചേരാതെയും നിലനിൽക്കുവാൻ കഴിയുന്നതുപോലെ ആത്മാവിന് ശരീരത്തോട് ചേർന്നും ചേരാതെയും നിലനിൽക്കുവാൻ കഴിയുമെന്നുള്ള വിചാരം ചെയ്തിട്ട് ആത്മാവിനെ ശരീരേന്ദ്രിയാദികളിൽ നിന്ന് വേർതിരിച്ചെടുക്കണം. ഇങ്ങനെ വേർതിരിച്ചറിയുവാൻ മതിയായ അറിവാണ് വിവേകം. ഈ വിവേകത്തെ പ്രകാശിപ്പിക്കുവാൻ സൃഷ്ടിസ്ഥിതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദവാക്യങ്ങൾ സഹായിക്കുന്നു. അതുതന്നെ പ്രത്യേകാത്മാവ്, കാരണപരബ്രഹ്മം എന്നിങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങൾ ഉപക്രമോപസംഹാരാദി ലക്ഷണങ്ങളെക്കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ ധരിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള വാക്യങ്ങളെ അനുസന്ധാനം ചെയ്യുന്നതിൽ നന്നേ മനസ്സിരുത്തണം. അതിവേഗത്തിൽ ആത്മാനുഭവം ഉണ്ടായില്ലല്ലോ എന്നോർത്ത് ബുദ്ധിമാന്ദ്യം വരാതിരിപ്പാൻ ശ്രദ്ധിക്കണം. ഈ ഗുണങ്ങളുള്ളവരാണ് ആത്മാവിനെ സ്വാനുഭവത്തേന അറിയുവാൻ അർഹന്മാർ. ബുദ്ധേർജാഗരണം സ്വപ്നഃ സുഷുപ്തിരിതിവൃത്തയഃ തായേനൈവാനുഭൂയന്തേ സോദ്യക്ഷപുരുഷപരഃ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾ ബുദ്ധിവൃത്തികൾ നിമിത്തമുണ്ടാകുന്നു. നേത്രാദികളായ ബാഹ്യേന്ദ്രിയങ്ങൾ രൂപാദികളോട് ചേരുന്നതിനെ അനുസരിച്ചുകൊണ്ടുള്ള ബുദ്ധിവൃത്തി നിമിത്തമുണ്ടാകുന്ന അവസ്ഥാഭേദത്തിന് ജാഗരണം, ജാഗ്രത് എന്നുപേർ. ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരത്തോട് ചേരാതെ അന്തരിന്ദ്രിയങ്ങളോട് ചേരുന്നതായ ബുദ്ധിവൃത്തി നിമിത്തമുണ്ടാകുന്ന അവസ്ഥാഭേദത്തിന് സ്വപ്നം എന്നുപേർ. ബുദ്ധിയുടെ വൃത്തിക്കുള്ള ഉപരതി തന്നെ സുഷുപ്തി. ഈ മൂന്ന് വൃത്തികളെ ആരറിയുന്നുവോ അതാണ് പ്രത്യേകാത്മാവ്. ഈ മൂന്ന് വൃത്തികളിലും അനുസ്യൂതനായിരിക്കുന്നതിനാൽ സാക്ഷി എന്ന് പറയപ്പെടുന്നു. ഓരോ വൃത്തികളുടെയും ജന്മവിനാശാദിഭാവങ്ങൾ അറിഞ്ഞും ആ വൃത്തികളിൽ നിന്ന് പിരിഞ്ഞുമിരിക്കുന്നതിനാൽ ആത്മാവ് വൃത്തികളിൽ നിന്ന് അന്യനായിരിക്കുന്നുവെന്ന് കാണിക്കുവാനാണ് അധ്യക്ഷൻ പരൻ എന്ന വിശേഷണം ഉപയോഗിച്ചിരിക്കുന്നത്. ഏഭിസ്ത്രിവർണൈ പര്യസ്തൈർബുദ്ധിഭേദൈ ക്രിയോദ്ഭവൈഃ സ്വരൂപമാത്മനോ ബുദ്ധ്യേത് ഗന്ധർവായു വിവാന്വയാത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെന്ന മൂന്നവസ്ഥകൾ ബുദ്ധി പരിണാമങ്ങളാണ്. സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങൾ നിമിത്തമുള്ള കർമ്മങ്ങളാണ് പരിണാമങ്ങൾക്ക് കാരണം. സത്വഗുണപ്രാധാന്യത്താൽ ജാഗ്രത് അവസ്ഥ, രജപ്രാധാന്യത്താൽ സ്വപ്നാവസ്ഥ, തമപ്രാധാന്യത്താൽ സുഷുപ്തിയവസ്ഥ, ഈ മൂന്നവസ്ഥകളിലും ആത്മജ്യോതിസിൻ്റെ വ്യാപ്തിയുള്ളതുകൊണ്ട് അവസ്ഥാഭേദങ്ങളുടെയും അതതവസ്ഥകളിലുള്ള അനുകൂല പ്രതികൂല ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന സുഖദുഃഖങ്ങളുടെയും ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനവും ആനന്ദവും ആത്മാംശം. ബുദ്ധി ജഡമാകയാൽ ജ്ഞാനത്തിന് അവകാശമില്ല. ഗുണങ്ങളോടുള്ള സംയോഗം ബുദ്ധിയുടേതാകയാൽ അവസ്ഥാത്രയ പ്രവൃത്തികളോട് സംബന്ധവും ആത്മാവിനില്ല. എങ്കിലും അവസ്ഥാഭേദങ്ങളെ പ്രകാശിപ്പിക്കുകയും സുഖദുഃഖങ്ങളെ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം വ്യക്തമാണ്. ഗന്ധം വായുവിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നത് പോലെ പുഷ്പാദികളുടെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ ഗന്ധത്തെ വഹിച്ചും കൊണ്ട് നാസികയെ സ്പർശിക്കുന്ന വായുവിനെ ഗന്ധത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് പോലെ അവസ്ഥാത്രയത്നത്താൽ ജ്ഞാനസ്വരൂപനായ ആത്മാവിനെ അവസ്ഥാത്രയത്തിൽ നിന്ന് വേർതിരിച്ചറിയണം.
അവസ്ഥാത്രയത്തിൻ്റെ സാക്ഷി എന്ന ഭാവം ഇത് നിമിത്തം ആത്മാവിനിരിക്കുന്നു. ഏതദ്വാരോ ഹി സംസാരോ ഗുണകർമ്മ നിബന്ധനഃ അജ്ഞാനമൂലോ പാർത്ഥോപി പുംസ സ്വപ്നൈവേക്ഷ്യതേ. ജനനമരണ സുഖ ദുഃഖാനുഭവ സംബന്ധമായ സംസാരം ബുദ്ധിയുടെ അവസ്ഥാഭേദങ്ങൾ നിമിത്തം മാത്രമാകുന്നു, വാസ്തവമല്ല നിശ്ചയം. ബുദ്ധിയുടെ സത്വാദി ഗുണസംബന്ധവും തന്നിമിത്തമുള്ള കർമ്മങ്ങളും സംസാരത്തെ ഉറപ്പിക്കുന്നു. ബുദ്ധിയെ തന്നെ ആത്മത്വേന ധരിച്ചതായ അധ്യാസം, ഒന്നിനെ മറ്റൊന്നായി ധരിച്ചതായ തെറ്റായ ബോധമാണ് ഈ സംസാരത്തിൻ്റെ ആദികാരണം. വായുവിനെ ഗന്ധദ്രവ്യത്തോടുള്ള തത്കാല ബന്ധം വാസ്തവം, ആത്മാവിന് ബുദ്ധിയോടുള്ള ബന്ധം എപ്പോഴും അവാസ്തവം. ഗന്ധവ്യാപ്തിക്ക് കാരണം വായുവെന്നതുപോലെ സുഖദുഃഖ ജ്ഞാനകാരണം ആത്മസാന്നിധ്യം എന്ന് മാത്രമേ ധരിക്കാവൂ. അതുകൊണ്ട് സംസാരം വാസ്തവമല്ല. എങ്കിലും അജ്ഞാനം മൂലത്തോടുകൂടി നശിക്കുന്നതുവരെ വാസ്തവമെന്നതുപോലെ തോന്നും. സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളും അതുനിമിത്തമുള്ള സുഖദുഃഖങ്ങളും സത്യമായിരുന്നില്ല എന്ന ബോധം ഉണർന്നതിൽ പിന്നെ ഉണ്ടാകും. ഉറക്കത്തിൽ സത്യമെന്നു തന്നെ തോന്നും. അതിനാൽ സംസാരം അവിദ്യ നശിക്കുന്നതുവരെ നിലനിൽക്കും. തസ്മാദ്ഭവദ്ഭികർത്തവ്യ കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗഃ പ്രവാഹോ പരമോദിയഃ. സംസാരം നിവർത്തിക്കാത്തതായതുകൊണ്ട് സത്വാദി ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനമാകുന്ന ബീജത്തെ മൂലത്തോടുകൂടി ദഹിപ്പിക്കുന്നതിന് സമർത്ഥവും ബുദ്ധിയുടെ ജാഗ്രതാദ്യവസ്ഥാപ്രവാഹത്തെ അവസാനിപ്പിക്കുന്നതുമായ യോഗത്തെ ഭവാന്മാർ അനുഷ്ഠിക്കണം. തത്രോപായ സഹസ്രാണാം അയം ഭഗവതോദിതഃ യദീശ്വരേ ഭഗവതി യഥായൈരഞ്ജസാരഥിഃ. ജ്ഞാനത്താൽ അജ്ഞാനം നശിക്കുന്നതോടുകൂടി സംസാരവും നശിക്കുമെന്നുപദേശിച്ചതിൽ പിന്നെ ജ്ഞാനസാധനമായ ധർമ്മതത്വത്തെ ശ്രീനാരദൻ ഉപദേശിച്ചത് പറയുന്നു. ജ്ഞാനം സമ്പാദിക്കാൻ അനേകം ഉപായങ്ങൾ ഓരോ ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ ശ്രീ ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്ന ഉത്തമോപായം ഇതാകുന്നു. കർമ്മങ്ങൾ യാതൊരുവിധം അനുഷ്ഠിച്ചാൽ സർവേശ്വരനായ ശ്രീനാരായണനിൽ പ്രതിഫലകാംക്ഷ കൂടാതെയുള്ള പരമപ്രേമം ദൃഢമായി ഉറയ്ക്കുമോ അതുതന്നെയാണ് ജ്ഞാനസമ്പാദനത്തിന് ഉപകരിക്കുന്ന അപായരഹിതമായ ഉത്തമമാർഗം. ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാന്റെ ആരാധനമായി സമർപ്പിക്കുന്നത് തന്നെ ഭക്തിയുടെ ഉത്തമലക്ഷണം. ആ സമർപ്പണത്താൽ അന്ധകരണശുദ്ധിയും തദ്വാര ജ്ഞാനവും തന്നിമിത്തം സംസാരബന്ധമുക്തിയും സിദ്ധിക്കുമെന്ന് പരമാത്മാ ശ്രീകൃഷ്ണ ഭഗവാൻ പരമസുഹൃത്തായ അർജുനന് ഉപദേശിച്ചിരിക്കുന്നു. ഗുരുശുശ്രൂഷയാ ഭക്ത്യാ സർവലബ്ധാർപ്പണേന ച സംഘേന സാധുഭക്താനാം ഈശ്വരാരാധനേന ച. ശ്രീ നാരദമുനി ഉപദേശിച്ച ഭക്തി സാധനങ്ങൾ പറയുന്നു. ഗുരുഭൂതന്മാരെ നിഷ്കപടമായി സേവിക്കുക, സർവസ്വവും അവർക്കായി സമർപ്പിക്കുക, സാധുലക്ഷണ സമ്പന്നന്മാരായ ഭഗവത് ഭക്തന്മാരോട് ചേർന്ന് വസിക്കുക, ഈശ്വരനെ ആരാധിക്കുക. ശ്രദ്ധയാ തത്കഥാനാം ച കീർത്തനൈർഗുണകർമ്മണാം തത്പാദാംബുരുഹധ്യാനാത് തല്ലിംഗേഷാർഹണാദിഭിഃ. ഭഗവാന്റെ കഥകൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഭക്തവാത്സല്യാദി ഗുണങ്ങളും അവതാരചരിതങ്ങളും കീർത്തിക്കുക, ഭഗവത് പാദപത്മങ്ങൾ ധ്യാനിക്കുക, ഭഗവാന്റെ ബിംബങ്ങളെ സന്ദർശിക്കുക, പൂജിക്കുക, വന്ദിക്കുക, നമസ്കരിക്കുക മുതലായ കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഹരിസർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വരഃ ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനയേത്. സകല പ്രാണികളിലും അവരുടെ സർവ്വദുഃഖങ്ങളെയും സംഹരിക്കുന്ന ഐശ്വര്യപരിപൂർണനായ ഈശ്വരൻ ആത്മാവായിരിക്കുന്നുവെന്നുള്ള അഭിപ്രായത്തോടെ സകല ഭൂതങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിപ്പാൻ ഉപകരിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരെ മാനിക്കുന്നത് ഭക്തിയുടെ അന്തരംഗ സാധനമാകുന്നു. ഏവം നിർജിത ഷഡ്വർഗൈഃ ക്രിയതേ ഭക്തിരീശ്വരേ വാസുദേവേ ഭഗവതി യയാ സംലഭതേ രതിം. ഷഡ്വർഗങ്ങൾ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്ന 6 വൃത്തികൾക്കും നേത്രം, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം, ത്വക്ക്, മനസ്സ് എന്ന 6 ഇന്ദ്രിയങ്ങൾക്കും സംജ്ഞയുമുണ്ട്. മേൽ വിവരിച്ച വിധം ഭക്തിസാധനങ്ങൾ അനവരതം അനുഷ്ഠിക്കുന്നവർക്ക് സർവൈശ്വര്യ പരിപൂർണനും സർവസമർത്ഥനുമായ ശ്രീ വസുദേവ നന്ദനിൽ പ്രേമലക്ഷണയായ ഭക്തി ഉണ്ടായി വരുന്നു. ആ സാധന ഭക്തി തന്നെ പരിഭാഗാവസ്ഥയിൽ പരമപ്രേമലക്ഷണയായ പരമഭക്തിയായിട്ടുറയ്ക്കുന്നു. ഏതവസ്ഥയിലും അതിനിളക്കം വരാത്ത വിധത്തിൽ ആനന്ദസ്വരൂപമായി ഭവിക്കുന്നു. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീല തനുഭികൃതാനി
യഥാതിഹർഷോത്പുളകാസൃഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതിരൗതി നൃത്യതി. ഭഗവാനിൽ പരമപ്രേമം ജനിച്ചതിൻ്റെ ലക്ഷണം പറയുന്നു. മറ്റാർക്കുമില്ലാത്ത ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെയും ലോകരക്ഷാർത്ഥം സ്വേച്ഛയാ സ്വീകരിച്ച ശരീരങ്ങൾ കൊണ്ട് നടത്തിയ അലൗകിക പരാക്രമ പ്രവൃത്തികളെയും കേട്ടിട്ടുണ്ടാകുന്ന അത്യാനന്ദഭാവത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചം, ഗദ്ഗദാക്ഷരങ്ങളോടുകൂടിയ നാമസങ്കീർത്തനം എന്നിവയോടുകൂടി മുക്തകണ്ഠനാകും വണ്ണം ഉല്ലസിച്ച് പാടുകയും സന്തോഷസൂചകമായി നിലവിളിക്കുകയും അഭിനയിച്ച് കളിക്കുകയും ചെയ്യും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിദ സത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രഭഃ. ചിലപ്പോൾ ഭൂതാവിഷ്ടൻ എന്ന പോലെ ചിരിക്കും, ചിലപ്പോൾ ഭഗവത് ഗുണങ്ങളെ ഉച്ചരിച്ചും കൊണ്ട് കരയും, ചിലപ്പോൾ ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കും, ചിലപ്പോൾ ജനങ്ങളെ ഭഗവത് സ്വരൂപത്തേനെ കാണുക നിമിത്തം നമസ്കരിക്കും, ചിലപ്പോൾ ദീർഘശ്വാസങ്ങൾ അടിക്കടി വിട്ടും കൊണ്ട് ഭഗവാനിൽ മനസ്സുറയ്ക്കുക നിമിത്തം മറ്റുള്ളവർ കേൾക്കുമോ ഹനിക്കുമോ എന്നുള്ള വിചാരത്താൽ സാധാരണന്മാർക്കുണ്ടാകുന്ന ലജ്ജാതിഭാവങ്ങളൊന്നും കൂടാതെ ഹേ ഹരേ, ഹേ ജഗത്പദേ, ഹേ നാരായണ എന്നിങ്ങനെ നാമസങ്കീർത്തനം ചെയ്യും. തഥാ പുമാൻ മുക്തസമസ്തബന്ധനസ്തദ്ഭാവഭാവാനുകൃതാശയാകൃതിഃ നിർദഗ്ധബീജാനുശയോ മഹീയസ ഭക്തിപ്രയോഗേണ സമേത്യദോക്ഷജം. മുകളിൽ പറഞ്ഞ ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ച ഭാവങ്ങൾ എപ്പോൾ ഒരുവനിൽ കാണപ്പെടുന്നുവോ അപ്പോൾ ആ പുരുഷൻ്റെ പരമപുരുഷാർത്ഥപ്രാപ്തിക്ക് തടസ്സങ്ങളായിരിക്കുന്ന സകല പുണ്യപാപ കർമ്മങ്ങളും നശിക്കുന്നു. അവൻ്റെ ആശയഗതിയും ആകൃതിയും ഭഗവത് ഭാവത്തെയും ഭഗവത് സ്വരൂപത്തെയും അനുസരിച്ച് തന്നെയിരിക്കും. ഏറ്റവും വേഗത്തിൽ പാപജാലങ്ങളെയും അതിനു കാരണമായിരിക്കുന്ന ദേഹാത്മഭാവനാരൂപമായ അജ്ഞാനത്തെയും മൂലത്തോടുകൂടി ദഹിപ്പിക്കുവാൻ സമർത്ഥമായ ഉത്കൃഷ്ട ഭക്തിയോഗത്താൽ ആ മനുഷ്യൻ പ്രാരബ്ധാനുഭവാവസാനത്തിൽ രണ്ടാമത് ജനനമരണങ്ങൾക്ക് പാത്രമായി ഭവിക്കാത്ത വിധം ഭഗവത് സായുജ്യം പ്രാപിക്കുന്നു. അദോഷജാലംബമിഹാശുഭാത്മനഃ ശരീരിണ സംസൃതി ചക്രശാധനം തദ്ബ്രഹ്മനിർവാണസുഖം വിദുർബുധാസ്തദോഭജദ്വം ഹൃദയേ ഹൃദീശ്വരം. ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള സുഖങ്ങളെ ആഗ്രഹിക്കുന്ന സ്വഭാവമുള്ള മനസ്സോടുകൂടിയവരുടെ ആ അശുഭവാസന നിമിത്തം അവരനുഭവിക്കേണ്ടതായി വരുന്ന ജനനമരണ ക്ലേശരൂപ സംസാരത്തെ നശിപ്പിക്കുന്നതിനുള്ള പരമോപായം ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ പരിശുദ്ധയായ ദീവൃത്തിയാൽ സ്പർശിക്കുന്നത് തന്നെയാകുന്നു. വിദ്വാൻമാർ അതിനെ തന്നെയാണ് ബ്രഹ്മാനന്ദാനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹേ ബാലന്മാരെ, നിങ്ങൾ ഹൃദയത്തെ പ്രേരിപ്പിക്കുന്ന ശ്രീ ഭഗവാനെ ഹൃദയ പുണ്ടരീകത്തിൽ സർവാത്മഭാവേന ഭജിക്കുവിൻ. കോതിപ്രയാസോ സുരബാലകാ ഹരേരുപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ സ്വസ്യാത്മനഃസഖ്യുരശേഷദേഹിനാം സാമാന്യതഃ വിഷയോപപാദനൈഃ. സംസാര ചക്രചലനത്തെ അവസാനിപ്പിക്കുന്നതിന് സമർത്ഥമായ ഭക്തിയെ സമ്പാദിക്കാൻ പ്രയാസമല്ലയോ എന്ന് വിചാരിച്ച് ഖേദിക്കേണ്ട. സമസ്ത സന്താപങ്ങളെയും സംഹരിക്കുന്ന ശ്രീഹരിയെ സേവിക്കുന്നതിന് വലുതായ അധ്വാനമൊന്നുമില്ല. അത്യന്ത സുഖകരമാണ് ഭഗവത് സേവ. എന്തുകൊണ്ടെന്നാൽ ഹേ അസുരബാലന്മാരെ, ഭഗവാൻ സകല ജനങ്ങളുടെയും ഹൃദയ പുണ്ടരീകത്തിലെ ആകാശമെന്ന പോലെ അതിൽ തന്നെ വസിക്കുന്നു. അതിനാൽ സ്ഥലാന്വേഷണ ക്ലേശം ലേശവുമില്ല. സകല ജനങ്ങളുടെയും ജീവാത്മാവ് പരമാർത്ഥത്തിൽ ആ ഭഗവാൻ തന്നെയാകുന്നു. അതിനാൽ കണ്ടുപിടിക്കാനും ഒട്ടും കഷ്ടമില്ല. സകല ദേഹികളുടെയും ഹിതകാരിയും ഭഗവാനാകുന്നു. തങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെ സേവിക്കുന്നത് ഏവർക്കും സന്തോഷാവഹമല്ലേ. അതിനാൽ നിങ്ങൾ ആത്മാവായ ശ്രീഹരിയെ ഉപാസിക്കുവിൻ. ശ്വാക്കൾ, സൂകരങ്ങൾ മുതലായ സകല ജീവികൾക്കും സുലഭമായിരിക്കുന്ന സ്ത്രീയാദി സുഖഭോഗങ്ങളെ സാധിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ സമ്പാദിക്കാൻ ക്ലേശിക്കുന്നതുകൊണ്ട് എന്തുബലം. നാരക ക്ലേശങ്ങൾക്ക് മൂലകാരണമായിരിക്കുന്ന വിഷയാഭിലാഷങ്ങൾ ദൂരെ പരിത്യജിച്ച് ഭഗവാനെ ഭജിപ്പിൻ. രായക്കളത്രം പശവസുതാദയോ ഗൃഹാമഹി കുഞ്ചരകോശഭൂതയഃ സർവേർത്ഥകാമാ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഹ. വിഷയസുഖസാധന സമ്പാദന പ്രയത്നം നിഷ്ഫലമെന്ന് മുമ്പ് പറഞ്ഞതിനെ തന്നെ സ്പഷ്ടമാക്കുന്നു. ധനങ്ങൾ, ഭാര്യ, പശുക്കൾ, കുതിരകൾ മുതലായ നാൽക്കാലികൾ, പുത്രന്മാർ, പിതാവ്, മാതാവ് എന്നിങ്ങനെയുള്ള ദേഹസംബന്ധികൾ, ഭവനങ്ങൾ, കൃഷിയാദി ഭൂവിശേഷങ്ങൾ, ആനകൾ, ഭണ്ഡാരശാലകൾ, സുഖോപകരണങ്ങൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും കാമങ്ങളും ക്ഷണഭംഗുരമായ ആയുസ്സോടുകൂടിയ മനുഷ്യനെ എത്രത്തോളം സുഖത്തെ ജനിപ്പിക്കും.
അർത്ഥാദികളും ചഞ്ചലങ്ങളായതുകൊണ്ട് അവ പുരുഷനെ വെടിഞ്ഞു പോകാം. അല്ലെങ്കിൽ ക്ഷണത്തിൽ നശിക്കുന്ന ആയുസ്സോടുകൂടിയ പുരുഷൻ അവയെ ഉപേക്ഷിച്ചു പോയെന്നും വരാം. ഏതു വിധത്തിലും അർത്ഥാദികൾക്ക് സ്ഥൈര്യമില്ലാത്തതുകൊണ്ട് അവയെ സമ്പാദിക്കാനുള്ള പരിശ്രമം വിഫലം തന്നെ. ഏവം ഹി ലോകാ ക്രതുഭികൃതാ അമി ക്ഷയിഷ്ണവ സാതിശയാന നിർമ്മലാഹ തസ്മാദൃഷ്ടശ്രുതദൂഷണം പരം ഭക്തിഗയേശം ഭജതാത്മലബ്ധയേ. ദുഃഖത്തോട് ചേരാത്തതും ഉത്തരക്ഷണത്തിൽ നശിക്കാത്തതും അഭിലാഷത്തെ അനുസരിക്കുന്നതുമായ സുഖം സ്വർഗം എന്ന സ്ഥാനത്തിൽ ലഭിക്കുമെന്ന് സ്വർഗസുഖത്തെ ശ്ലാഘിക്കുന്ന പ്രമാണത്തെ തെറ്റിദ്ധരിക്കരുത്. മർത്യലോക സുഖത്തെ അപേക്ഷിച്ച് സ്വർഗസുഖം ചിരകാല സ്ഥായിയാണെന്ന് മാത്രമേ അതിൽ അഭിപ്രായമുള്ളൂ. മനുഷ്യലോകസുഖം ഏതുപ്രകാരം നശ്വരമോ അതുപോലെ തന്നെ യാഗാദികർമ്മങ്ങളുടെ ഫലമായി ലഭിക്കുന്ന സ്വർഗാദി ലോകങ്ങളിൽ സിദ്ധിക്കുന്ന സുഖങ്ങളും ക്ഷയിക്കുന്നവയും ഒന്നിനൊന്നു മീതെയുള്ളവയും സ്പർദ്ധാസൂയാദി ദോഷദൃഷ്ടങ്ങളുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ യാഗങ്ങളും കർമ്മങ്ങളുമാണ് സ്വർഗപ്രാപ്തിക്കു കാരണം. കർമ്മത്താൽ സമ്പാദിക്കപ്പെടുന്ന ഇഹലോക ഭോഗസാധനങ്ങളും തജ്ജന്യങ്ങളായ സുഖങ്ങളും ഏതുവിധം ക്ഷയിക്കുന്നുവോ അതേ വിധത്തിൽ യാഗാദി കർമ്മ ഫലഭൂതങ്ങളായ സ്വർഗാദി ലോകങ്ങളിൽ ലഭിക്കുന്ന സുഖങ്ങളും ക്ഷയിക്കുന്നവ തന്നെ. കർമ്മങ്ങൾക്ക് ഉത്കൃഷ്ട നികൃഷ്ടഭാവങ്ങൾ ഉള്ളതുകൊണ്ട് ഫലങ്ങൾക്കും ഉച്ചനീചഭാവങ്ങൾ ഉള്ളതിനാൽ ഒന്നിനൊന്നു മീതെയായിട്ടുമിരിക്കും. അപ്പോൾ മത്സരം, അസൂയ മുതലായ ദോഷങ്ങളുണ്ടാകും. ആകയാൽ സ്വർഗാദിലോക ഭോഗങ്ങളും ആഗ്രഹിക്കത്തക്കവയല്ല. അതുകൊണ്ട് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ ദോഷങ്ങളൊന്നുമില്ലാതെ നിത്യനും നിരതിശയ സുഖസ്വരൂപനുമായ പരമേശ്വരനെ ആത്മലാഭത്തിനായിക്കൊണ്ട് ഭജിക്കുവിൻ. ഈശ്വരൻ തന്നെയാണ് ആത്മാവായിരിക്കുന്നതും ഈശ്വരൻ്റെ മായാശക്തി ഈ ബോധത്തെ മറയ്ക്കുന്നു. ഈശ്വരനെ നിർവ്യാജമായി ഭജിക്കുമ്പോൾ മായാബാധ നീങ്ങുന്നു. അപ്പോൾ പരമാനന്ദ സ്വരൂപനായ ഈശ്വരൻ തന്നെയാണ് ആത്മാവായി വിളങ്ങുന്നത് എന്ന അനുഭവമുണ്ടാകും. ഇതുതന്നെ ജന്മസാഫല്യം വരുത്തുന്ന മഹാലാഭം. യഥർത്ഥൈഹ കർമാണി വിദ്വന്മാന്യ സകൃന്നരഃ കരോത്യതോ വിപര്യാസാം അമോഘം വിന്ദധേ ബലം. യാതൊരു വിധങ്ങളായ വിഷയസുഖസാധനങ്ങൾ സമ്പാദിപ്പാനായി കൃഷി, വാണിജ്യം മുതലായ കർമ്മങ്ങൾ മനുഷ്യൻ നടത്തുന്നുവോ പലപ്പോഴും അവൻ ആഗ്രഹിക്കുന്നതിന് വിപരീത ഫലമാണ് അവന് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാൽ അവൻ തന്നെത്താൻ വിദ്വാനെന്ന് അഭിമാനിക്കുന്നു. തത്വജ്ഞന്മാരുടെ ഉപദേശത്തെ ശ്രദ്ധിക്കുന്നില്ല. തത്വജ്ഞന്മാർ പണ്ഡിതമാനികളോട് ഉപദേശിക്കുകയുമില്ല. ഇതിൽ നിന്ന് സിദ്ധിക്കുന്ന കാര്യമെന്തെന്നാൽ കർമ്മങ്ങളിൽ നിന്ന് ഉദ്ദിഷ്ട സുഖപ്രാപ്തി ഉണ്ടാകാത്തതുകൊണ്ട് വിഷയസുഖ സമ്പാദനത്തിനായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് വിചാരശീലന്മാർക്ക് ഉചിതമല്ല എന്നാകുന്നു. സുഖായ ദുഃഖമോക്ഷായ സങ്കൽപ്പൈഹ കർമ്മിണഃ സദാപ്നോദീഹയാ ദുഃഖം അനീഹായ സുഖാവൃതഃ. ഈ ലോകത്തിൽ കർമ്മികളായവരെല്ലാവരും സുഖമുണ്ടാവാനും ദുഃഖമില്ലാതെയാവാനും സങ്കല്പിച്ചാണ് കർമ്മം ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് സർവ്വദാ ദുഃഖമാണ് അവർക്ക് ലഭിക്കുന്നത്. പ്രവൃത്തിയിൽ ഏർപ്പെടാതെ സുഖനിദ്ര അനുഭവിക്കുന്ന സമയത്താകട്ടെ സുഖാനുഭവം ഉണ്ടാകുന്നു. ആകയാൽ സുഖം പ്രവൃത്തിയിൽ നിന്നല്ല, പ്രവൃത്തി വിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുക എന്നത് നിത്യ അനുഭവമല്ലേ. അപ്പോൾ സിദ്ധിക്കുന്ന സുഖം വിഷയജന്യമല്ല, ആത്മസ്വരൂപമായ സുഖമാകുന്നു. അതുപോലെ തന്നെ ആത്മാവായ ശ്രീഹരിയുടെ ലീലാശ്രവണാദികളിലും സ്വരൂപ ധ്യാനാദികളിലും മനസ്സിനെ വ്യാപരിപ്പിക്കുകയും വിഷയസുഖ സാധന സമ്പാദന പ്രയത്നത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുന്നതിനാൽ നിത്യാനന്ദം ലഭിക്കുമെന്നതിൽ സംശയത്തിന് അവകാശമില്ല. കാമാൻ കാമയതേ കാമ്യൈർ യദർത്ഥമിഹ പൂരുഷഃ സ വൈ ദേഹസ്തു പാരഖ്യോ ബംഗുരോ യാത്യുപൈദിജ. അതുകൊണ്ട് ഭഗവത് ഭജനത്തിൽ ഏർപ്പെടാതെ കാമ്യകർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവൻ വിചാരശൂന്യനും സജ്ജനങ്ങളാൽ അനുകമ്പ്യനുമാകുന്നുവെന്ന അഭിപ്രായത്തോടുകൂടി പറയുന്നു. ഏതൊരു ശരീരത്തെ ഉദ്ദേശിച്ച് സുഖസാധനാഭിവൃദ്ധിക്കായിക്കൊണ്ട് കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ട് ശബ്ദസ്പർശാദി വിഷയങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആ ശരീരം ആത്മാവിൻ്റേതല്ല, ശ്വാക്കൾ മുതലായ മൃഗങ്ങളുടെ ഭക്ഷണ പദാർത്ഥമായിട്ടോ അഗ്നിക്ക് വിറകായിട്ടോ ഭവിക്കുന്നതാകയാൽ ആത്മാവിനെ ഉപേക്ഷിച്ചു പോകുകയും നശിക്കുകയും പിന്നെയും വന്നുചേരുകയും ചെയ്യുന്നു. ക്ഷണത്തിൽ നശിക്കുന്നതും പരകീയവുമായ ദേഹത്തെ ആത്മീയമായി കരുതി സുഖിപ്പിക്കുവാനുള്ള യത്നം വിചാരശൂന്യതയെ വെളിപ്പെടുത്തുന്നു. കിമു വ്യവഹിതാപത്യധാരാകാരധനാദയഃ രാജ്യം കോശഗജാമാത്യ വൃത്യാപ്താമമദാസ്പദാഃ.
സാക്ഷാൽ സംബന്ധപ്പെട്ടിരിക്കുന്നതും ഞാനെന്ന ഭാവത്തിന് ആസ്പദവുമായ ദേഹം തന്നെ പരകീയമെന്ന് കാണുന്ന സ്ഥിതിക്ക് എൻ്റേതെന്ന ഭാവത്തിന് ആസ്പദങ്ങളായിരിക്കുന്നവയും സ്വശരീരത്തിൽ നിന്ന് അകന്നവയുമായ പുത്രാദികൾ, ഭാര്യ, ഭവനം, ധനം, രാജ്യം, ഭണ്ഡാരം, ആന, കുതിര മുതലായ വാഹനാദികൾ, മന്ത്രിമാർ, ഭൃത്യന്മാർ, വിശ്വാസയോഗ്യരായ സ്നേഹിതന്മാർ മുതലായവർ പരകീയരാണെന്നു പ്രത്യേകം പറയണമോ? കിമേതൈരാത്മനസ്തുച്ഛൈഃ സഹദേഹേന നശ്വരൈഃ അനർത്ഥൈർ അർത്ഥസങ്കാശൈർ നിത്യാനന്ദമഹോദദേഹേ. ദേഹത്തിനു വേണ്ടിയിട്ടല്ല വിഷയസുഖ സാധന സമ്പാദന ക്ലേശം അനുഭവിക്കുന്നത്, ആത്മസുഖത്തിനു വേണ്ടിയിട്ടാണ്. ദേഹാദികൾ നശ്വരങ്ങൾ തന്നെ, എങ്കിലും ആത്മാവിന് നാശമില്ലാത്തതിനാൽ പുത്രഭാര്യ ധനാദികളുടെ സംബന്ധം നിമിത്തം ആത്മാവിന് സുഖമല്ല എന്ന് വിചാരമെങ്കിൽ ഈ വിചാരം ശുദ്ധാബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ സ്വരൂപം തന്നെ നാശരഹിതമായ പരമാനന്ദമാകുന്നു. വിഷയസുഖ സാധനങ്ങളാകട്ടെ അത്യല്പങ്ങൾ, ദേഹത്തോടുകൂടി നശിക്കുന്നവ. ഈ ലോകത്തിൽ ആർജന സംരക്ഷണാദി ക്ലേശങ്ങളെയും മരണാനന്തരം നരകക്ലേശങ്ങളെയും ജനിപ്പിക്കുന്നവ. വാസ്തവത്തിൽ അനർത്ഥാസ്പദങ്ങളായിരിക്കെ വിചാരശക്തി ഇല്ലായ്മ നിമിത്തം സുഖസാധനത്വേന തെറ്റായി ധരിക്കപ്പെടുന്ന ആ വക സാധനങ്ങൾ കൊണ്ട് നിത്യാനന്ദ സമുദ്രമായിരിക്കുന്ന ആത്മാവിന് എന്തൊരാവശ്യമാണുള്ളത്? ആത്മസുഖ പ്രതിബന്ധ കാരണങ്ങളായിരിക്കുന്ന അവയെ തീരെ ഉപേക്ഷിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ മേഘാവരണം നീങ്ങുമ്പോൾ സൂര്യപ്രകാശമെന്ന പോലെ ആത്മാനന്ദം മറവുകൂടാതെ അനുഭവത്തിൽ വരികയുള്ളൂ. നിരൂപിത്യാമിഹ സ്വാർത്ഥഃ കിയാൻ ദേഹമൃതോസുരാഃ നിഷേകാദിഷവസ്ഥാസു ക്ലിശ്യമാനസ്യ കർമ്മഭിഃ. അല്ലയോ അസുരന്മാരെ, ശരീരത്തെ ധരിച്ചിരിക്കുന്ന ഒരുവന് ഈ ലോകത്തിൽ എത്രത്തോളമാണ് ഇന്നതെന്ന സംഗതിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുവിൻ. പ്രാചീന പുണ്യപാപകർമ്മങ്ങൾക്ക് അധീനനായിരിക്കുന്ന പ്രാണി നിജകർമാനുസരണം പിതാവിൻ്റെ രേതസ്സോടുകൂടി ചേർന്ന് മാതൃഗർഭത്തിൽ പ്രവേശിക്കുന്നു. അതുമുതൽ അവസാനം ശ്മശാനത്തിൽ പ്രവേശിക്കുന്നത് വരെയുള്ള ഓരോ അവസ്ഥകളെക്കുറിച്ചും മനസ്സിരുത്തി വിചാരിക്കുവിൻ. അപ്പോൾ സുഖാനുഭവത്തിനല്ല അധികാവകാശം. പ്രാചീന കർമ്മങ്ങളുടെ ബലഭൂതങ്ങളായ ദുഃഖങ്ങൾ അനുഭവിക്കുവാൻ തന്നെയാണ് ശരീരം എടുത്തിരിക്കുന്നത് എന്ന് സ്പഷ്ടമായി അറിയാം. കർമ്മണ്യാരഭതേ ദേഹി ദേഹേനാത്മാനുവർത്തിന കർമ്മഭിസ്തനുദേ ദേഹം ഉഭയം ത്വവിവേകദഃ. കർമ്മങ്ങളുടെ അവസാനത്തിൽ സുഖാനുഭവം ഉണ്ടാകാതിരിക്കയില്ലല്ലോ. അതിനാൽ സുഖസാധനങ്ങൾ സമ്പാദിക്കുന്നത് വ്യർത്ഥമായി വരികയില്ലെന്നും കരുതേണ്ട. പ്രപഞ്ച മര്യാദയെ അനുസരിക്കുന്നവർക്ക് സുഖാനുഭവത്തിന് അവസരമില്ലെന്നു തന്നെ കരുതിക്കൊള്ളുവിൻ. എങ്ങനെയെന്നാൽ ജീവാത്മാവ് സ്വകർമാനുസരണം ലഭിച്ചിരിക്കുന്ന ശരീരം കൊണ്ട് പുണ്യപാപാത്മകങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നു. ഒടുവിൽ ശരീരം നശിക്കുന്നു. പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ ചെന്ന് പുണ്യബലത്തെയോ പാപബലത്തെയോ അനുഭവിക്കുന്നു. അവശിഷ്ട കർമ്മങ്ങളുടെ ഫലമായിട്ട് പിന്നെയും ശരീരമുണ്ടാകുന്നു. പിന്നെയും കർമ്മങ്ങൾ ചെയ്യുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ കർമ്മമാകുന്ന ബീജത്തിൽ നിന്ന് ദേഹരൂപമായ വൃക്ഷം, അതിൽ നിന്ന് കർമ്മരൂപമായ ബീജം പരമ്പരയാ ജനിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവസാനമില്ല. എന്നാൽ ഇത് രണ്ടും, ദേഹവും കർമ്മവും പരമാർത്ഥമല്ല, അവിവേകം നിമിത്തമുണ്ടാകുന്നതാണ്. വിവേകത്തെ ആശ്രയിച്ച് പരമാർത്ഥ വസ്തുവായ പരമാത്മാവിനെ അറിയുന്നതിനായി പരിശ്രമിക്കുന്നതുവരെ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങുകയല്ലാതെ സുഖാനുഭവത്തിന് അവസരമില്ല. അവിവേകം നശിക്കണമെങ്കിൽ ജ്ഞാനസ്വരൂപനായ പരമഗുരുവിനെ ശ്രീഹരിയെ ശരണം പ്രാപിക്കുക തന്നെ വേണം. അപ്പോൾ ദേഹാത്മഭാവം നശിക്കും. ദേഹഭിന്നനായ ആത്മാവിനെ അറിയും. ആനന്ദസ്വരൂപനായ ആത്മാവ് തന്നെ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകും. അന്ധകാരം നശിക്കണമെങ്കിൽ ദീപപ്രഭയുണ്ടാകണം. അതുപോലെ അവിവേക രൂപാന്തകാര നാശത്തിനായി ശ്രീഹരിചരണ ഭക്തിയാകുന്ന ദീപത്തെ ആശ്രയിക്കുക അല്ലാതെ വേറെ ഗതിയില്ലെന്ന് നിങ്ങൾ ധരിക്കുവിൻ. തസ്മാദർത്ഥാശ്ച കാമാശ്ച ധർമാശ്ച യദപാശ്രയാഃ ഭജതാനീഹയാത്മാനം അനീഹം ഹരിമീശ്വരം. അതുകൊണ്ട് ഭക്തന്മാരുടെ സംസാര ക്ലേശങ്ങളെ സംഹരിക്കുന്ന ഈശ്വരനെ നിങ്ങൾ ഭജിക്കുവിൻ. ആ ഈശ്വരൻ തന്നെയാണ് ആത്മാവായിരിക്കുന്നവൻ. അവൻ യാതൊരു കർമ്മവും ചെയ്യുന്നവനല്ല. അർത്ഥകാമധർമ്മങ്ങൾ അവനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ആ ഈശ്വരൻ തന്നെയാണ് ആത്മാവായിരിക്കുന്നവൻ. അവൻ യാതൊരു കർമ്മവും ചെയ്യുന്നവനല്ല. അർത്ഥകാമധർമ്മങ്ങൾ അവനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഈശ്വരനെ ഭജിക്കുന്നവർക്ക് അർത്ഥാദികൾ സ്വായത്തങ്ങളായി വരും. എങ്കിലും നിങ്ങൾ അവയെ ആഗ്രഹിക്കാതെ ഭജിക്കണം.
ആഗ്രഹിച്ചാൽ അപാരമായി ലഭിക്കുന്ന അർത്ഥാദികൾ നിമിത്തം ആത്മാനന്ദാനുഭവം തടസ്സപ്പെടും. അതുകൊണ്ട് നിഷ്കാമ ഭക്തിയെ തന്നെ ആശ്രയിക്കുവിൻ. സർവേഷാമഭിഭൂതാനാം ഹരിരാത്മേശ്വരപ്രിയഃ ബോധേർമഹദ്ഭി സുഹൃതൈഃ കൃതാനാം ജീവസംജ്ഞിതഃ. തന്നാൽ ജനിപ്പിക്കപ്പെട്ട പൃഥ്വിയാദി പഞ്ചമഹാഭൂതങ്ങളെക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സർവ്വഭൂതങ്ങളുടെയും ജീവാത്മാവും അതിപ്രിയനും അന്തര്യാമിയുമായിരിക്കുന്നവൻ ആ ശ്രീഹരി തന്നെയാകയാൽ സകല പ്രാണികളും ഹരിഭജനത്തിന് അധികാരികളും ഭജിക്കേണ്ടവരുമാകുന്നു. സംസാര സമുദ്രത്തിൽ നിന്ന് കരയണയുവാൻ ഉപകരിക്കുന്ന കപ്പലായ ശരീരത്തെ നൽകിയിരിക്കുന്ന ആ ഭഗവാനെ ഭജിക്കാതിരിക്കുന്നവർ കൃതജ്ഞന്മാരല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കുവിൻ. ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാത് യഥാ വയം. ദേവൻ, അസുരൻ, മനുഷ്യൻ, യക്ഷൻ, ഗന്ധർവൻ എന്നിവരെല്ലാവരും ജാതിമാനഭേദം വിചാരിക്കാതെ സംസാര ദുഃഖം തീർത്തു മുക്തിയെ ദാനം ചെയ്യുന്ന ഭഗവാനെ ഭജിക്കുന്നതായാൽ നമ്മളെപ്പോലെ തന്നെ അനിഷ്ടനിവൃത്തിയും ഇഷ്ടപ്രാപ്തിയുമുള്ളവരായി വരും. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോ നേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ മലയാ ഭക്ത്യാ ഹരിരന്യത് വിഡംബനം. ഹേ അസുരപുത്രന്മാരെ, ബ്രാഹ്മണത്വാദി ജാതി വിശേഷമോ ദേവാദി സ്വരൂപ മാഹാത്മ്യമോ ഋഷിത്വം മുതലായ അതീന്ദ്രിയ ദർശന സാമർഥ്യമോ അനന്തശാസ്ത്രം പഠിച്ചതുകൊണ്ടുള്ള ബഹുവിധ ജ്ഞാനമോ സദ്വൃത്യാദികളായ ആചാരവിശേഷമോ സത്പാത്രത്തിൽ വിത്താദികൾ സമർപ്പിക്കുന്നതായ ദാനശീലമോ കൃച്ഛ്രണാചാന്ദ്രായണാദികളിൽ നിഷ്ഠയോടിരിക്കുന്നതായ തപസ്സോ യാഗാദി കർമാനുഷ്ഠാനങ്ങളോ സ്നാനാനാദിജന്യമായ ശുദ്ധിയോ പ്രാജാപത്യാദി വ്രതാനുഷ്ഠങ്ങളോ മുകുന്ദപ്രീതിയെ ജനിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല. യാതൊരു ബലത്തെയും കാക്ഷിക്കാതെ പരമപ്രീതി ലക്ഷണമായിരിക്കുന്ന ഭക്തി ഒന്നിനാൽ മാത്രം ശ്രീമുകുന്ദൻ പ്രസാദിക്കും. മറ്റ് അന്യസാധനങ്ങളെല്ലാം കേവലം നാട്യത്തിനു മാത്രമുള്ളവയാകുന്നു. തദോഹരൗ ഭഗവതി ഭക്തിം കുരുദാനവാഹ ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വരേ. ഭക്തി കൊണ്ട് മാത്രമേ ശ്രീ ഹരിപ്രസാദം ലഭിക്കുകയുള്ളൂ. ഹരിപ്രസാദ ലാഭത്താൽ മാത്രമേ സംസാര സങ്കടങ്ങളിൽ നിന്ന് മുക്തിയും ലഭിക്കുകയുള്ളൂ എന്ന് വന്നിരിക്കയാൽ, ഹേ ദാനവന്മാരെ, സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനായ ശ്രീഹരിയിൽ പരമപ്രേമലക്ഷണയായ ഭക്തി നിങ്ങൾ അഭ്യസിക്കുവിൻ. സർവഭൂതങ്ങളെയും ആത്മതുല്യമായിട്ട് സ്നേഹിക്കുന്നതു തന്നെ പരിശുദ്ധ ഭക്തിയുടെ സ്വരൂപം. എന്തുകൊണ്ടെന്നാൽ സകല ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നവൻ ശ്രീഹരിയാകുന്നു. ഒരുവനെ സ്നേഹിക്കുകയും മറ്റൊരുവനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഹരിസ്വരൂപത്തെ അറിയാത്തവനായതുകൊണ്ട് അവനിൽ ഭഗവാൻ പ്രസാദിക്കുകയില്ല. ദൈദേയ യക്ഷരക്ഷാംസി സ്ത്രീയശൂദ്ര വ്രജൗകസഃ ഖഗാമൃഗാ പാപജീവാഃ സന്ദിഹ്യച്യുതതാം ഗതാഃ. അതിനികൃഷ്ടജീവികൾ കൂടി ഭഗവത് സംബന്ധം നിമിത്തം ധന്യന്മാരായി ഭവിച്ചിരിക്കയാൽ പരമപ്രേമ ലക്ഷണയായ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ കൃതാർത്ഥരായി വരുമെന്നതിൽ സംശയിപ്പാൻ അവകാശമില്ലെന്ന് കാണിക്കുന്നു. ദൈതേയന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സ്ത്രീകൾ, ശൂദ്രന്മാർ, വൃക്ഷാദികൾ, പക്ഷികൾ, മൃഗവേഷധാരികൾ ഇങ്ങനെയുള്ള പാപജീവന്മാർ കൂടി ഭഗവത് ദർശനം, സ്പർശനം, ശരണാഗമനം, ഭഗവാന്റെ അസ്ത്രാഘാതം മുതലായവ നിമിത്തം പുനരാവൃത്തിരഹിതമായ പരമപുരുഷാർത്ഥത്തെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഭക്തിപൂർവം ഭജിക്കുന്നവർ മുക്തരാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ യത്സർവത്ര തദീക്ഷണം. ഈ സംസാരത്തിൽ ശരീരം ധരിച്ചിരിക്കുന്ന ഒരുവൻ്റെ ജീവിത പരമപ്രയോജനം ഇത്രമാത്രമാണെന്ന് തത്വമറിഞ്ഞ മഹാത്മാക്കൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അതെന്തെന്നാൽ ജീവരാശികളുടെ ജനനമരണ ക്ലേശങ്ങളെ തീർത്ത് പരമാനന്ദികളാക്കുന്ന സർവേശ്വരനിൽ ബലകാംക്ഷ കൂടാതെ പരമപ്രേമ ലക്ഷണയായ ഭക്തിയോടുകൂടി ജീവിക്കുക. ആ ഭക്തിയുടെ ലക്ഷണമെന്തെന്നാൽ സ്ഥാവര ജംഗമാദി സർവ്വഭൂതങ്ങളിലും വസിക്കുന്നത് ഭഗവാൻ തന്നെ എന്നറിഞ്ഞ് അവരെ എല്ലാം സമ്മാനിക്കുക തന്നെ. സർവത്ര ശ്രീഹരി ദർശനം നിമിത്തം സർവഭൂത സമ്മാനനം പരമഭക്തി ലക്ഷണമെന്ന് സാരം. 7-ാമത്തെ അധ്യായം സമാപിച്ചു. 8-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.